നമസ്കാരം. പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്തിടയ്ക്ക് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുകയുണ്ടായി. എല്ലാവരും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഒരു ആഘോഷമായിട്ട് തന്നെയാണ് ഇത് നടന്നത്. ദക്ഷിണേന്ത്യയിൽ അത്ര ഒരു ആഘോഷം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരിക്കും ഒരു കാരണം? അതിനാലോചിച്ചിട്ടുണ്ടോ? അതിനൊരു കാരണം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശൈവക്ഷേത്രങ്ങളാണ്, അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളാണ്. വിഷ്ണു ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വിഷ്ണുവിന്റെയോ ശ്രീകൃഷ്ണന്റെയോ ക്ഷേത്രങ്ങളാണ്. ശ്രീരാമക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ, പ്രധാനമായിട്ട് 2 ഉള്ളൂ. ചെറിയത് പലതും ഉണ്ടായിരിക്കാം. എന്നാൽ ഉത്തരേന്ത്യയിലേക്ക് വന്നാൽ അങ്ങനെയല്ല. ഇവിടത്തെ ജീവിതചര്യയുടെ ഒരു ഭാഗമാണ് ശ്രീരാമൻ എന്നുള്ളത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങുന്ന കർമ്മങ്ങൾ മുതൽ ആ ഒരാൾ മരിക്കുമ്പോൾ, ആ ശവശരീരം എടുക്കുമ്പോൾ വരെയുള്ള ചടങ്ങുകളിലെല്ലാം ശ്രീരാമന്റെ സാന്നിധ്യം ഉണ്ടാവും. ഈ ശവശരീരമൊക്കെ എടുക്കുമ്പോൾ രാം നാം സത്യഹ എന്ന് പറഞ്ഞാണ് എടുത്തിട്ട് പോകുന്നത്. അതായത് എല്ലാ കാര്യങ്ങളിലും ശ്രീരാമന് ഒരു സാന്നിധ്യമുണ്ട്. അതുപോലെ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും, ദക്ഷിണേന്ത്യയിലെ പോലെ അല്ല ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്നറിയാലോ, ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും സീതാസമേതനായിട്ട്, സീതയും ലക്ഷ്മണനുമായിട്ട് നിൽക്കുന്ന ശ്രീരാമന്റെ ഒരു പ്രതിഷ്ഠ അമ്പലത്തിലുണ്ടാവും. ദക്ഷിണേന്ത്യയിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇവിടത്തെ സംസ്കാരത്തിൽ, ഹൈന്ദവ സംസ്കാരത്തിന്റെ ആ ഒരു ആരാധനാ രീതിയിൽ ശ്രീരാമനുള്ള ഒരു പ്രാധാന്യമാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയോധ്യയിലെ ആ ഒരു ക്ഷേത്ര നിർമ്മാണവും അതിന്റെ പ്രാണപ്രതിഷ്ഠയും ഒക്കെ ഇവിടെ വളരെ ആഘോഷമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഉത്തരേന്ത്യക്കാർക്ക്, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാണെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ദഹിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉത്തരേന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് അത് എനിക്കാണെങ്കിലും മനസ്സിലാകുന്നത്. ഇനി ശ്രീരാമൻ ഇത്ര സർവസമ്മതനാവാൻ കാരണം എന്താണ്? അത് രാമായണത്തിലെ ഓരോ കഥകളും നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. മഹാഭാരതത്തിനെ അപേക്ഷിച്ച് രാമായണത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥയിലേക്ക് നമുക്ക് കിടക്കാം. ശ്രീരാമൻ വനവാസത്തിനായിട്ട് സീതയും ലക്ഷ്മണനുമായിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഭരതൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഭരതൻ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇതൊന്നും അറിയുന്നില്ല. പിന്നീട് ആ രാജകൊട്ടാരത്തിലേക്ക് വന്നപ്പോഴാണ് ഈ കഥയൊക്കെ ഭരതൻ അറിയുന്നത്. വളരെ ക്ഷുഭിതനായിട്ട് അമ്മയോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറി. എന്നിട്ട് ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയത്ത് ശ്രീരാമൻ കാട്ടിലെത്തിയിട്ട് വനദേവതയെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഈ വന്ന വഴിയിലുള്ള എല്ലാ മുള്ളുകളും കല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്ന് വനദേവത തൊഴുതു പിടിച്ചുകൊണ്ട് ശ്രീരാമനോട് ചോദിക്കുകയാണ്, അങ്ങൊന്ന് ആജ്ഞാപിച്ചാൽ മതി, ഇതുപോലെ അപേക്ഷിക്കൊന്നും വേണ്ട. പക്ഷെ എന്തിനാണ് അങ്ങനെ ആ വഴിയിലെ കല്ലും മുള്ളൊക്കെ മാറ്റുന്നത് എന്ന് എന്നോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അപ്പോ ശ്രീരാമൻ പറഞ്ഞു, എന്റെ അനുജനായിട്ടുള്ള, അവിടത്തെ ഇപ്പൊ രാജാവായിട്ടുള്ള ഭരതൻ എന്നെ അന്വേഷിച്ച് എന്തായാലും വരും. അപ്പോ അനിയന്റെ കാലില് ഈ കല്ലും മുള്ളും ഒന്നും കൊള്ളരുത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എന്ന്. അപ്പോ ചിരിച്ചുകൊണ്ട് വനദേവത ശ്രീരാമനോട് ചോദിക്കുകയാണ്, ഈ സൂര്യവംശത്തിന്റെ രാജാവാകാൻ പോകുന്ന ഭരതന്റെ കാലുകൾ ഇത്ര നിർമ്മലമാണോ? കല്ലും മുള്ളും ഒന്നും കൊള്ളാൻ പറ്റാത്ത അത്ര നിർമ്മലമാണോ? അതുകൊണ്ടാണോ അങ്ങ് ഇത് മാറ്റാൻ പറയുന്നത് എന്ന്. അപ്പോ ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പറയുകയാണ്, അല്ല, ഭരതന്റെ മനസ്സിൽ ഞാൻ പോയ ആ വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹം എന്തായാലും ഉണ്ടാവും. ഇതേ സമയത്ത് അവൻ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുകയാണ് എന്നെ കാണാനായിട്ട്. ഇനി ഈ വഴിയിൽ ഇത്ര കഷ്ടപ്പാടോടുകൂടിയാണ്, ഇത്ര കല്ലും മുള്ളും ഒക്കെയുള്ള വഴിയാണ് എന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രാവശ്യം കൈകേയി എന്ന ആ മാതാവിനെ അവൻ ശപിക്കും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അമ്മയെ ശപിക്കുന്ന ആ ഒരു അവസ്ഥ എന്റെ അനിയന്, ആ ഒരു പാപം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോ
ദേവി അവിടെ നിന്ന് ഈ വഴി ഒന്ന് ക്ലിയർ ആക്കി കൊടുത്താൽ, ഇവിടത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ ഭരതന് വളരെ എളുപ്പത്തിൽ എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കും. ഇടയ്ക്ക് കല്ലും മുള്ളും ഒന്നും കാണാത്തത് കൊണ്ട് എൻ്റെ ആ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമൻ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് മുമ്പോട്ട് പോയത് എന്ന ആ മനസ്സിൽ വരും. അപ്പൊ ആ യാത്രയിൽ വെറുതെ അമ്മോടുള്ള ഒരു ദേഷ്യം ഒന്ന് കുറയും. ഇവിടെ വന്ന് എന്നെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് അവനെ പറഞ്ഞു മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും. അപ്പോ അവന് അനാവശ്യമായിട്ട് കിട്ടിയേക്കാവുന്ന ആ ഒരു പാപം ഒഴിവാക്കാൻ സാധിക്കും. ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ച് ആ വനദേവതകൾ ആ വഴിയിലുള്ള കല്ലും മുള്ളും എല്ലാം മാറ്റി ആ ശ്രീരാമൻ സഞ്ചരിച്ച വഴി ഒരു പൂവിട്ട് പോകുന്ന പോലെയുള്ള ഒരു വഴിയാക്കി കൊടുത്തു. ആ വഴി കണ്ടുപിടിക്കാൻ പോലും ഭരതന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഭരതന് മനസ്സിലായി തന്റെ ആ ഏട്ടനായിട്ടുള്ള ശ്രീരാമൻ പോയ വഴി അത്ര അനുഗ്രഹീതമായതുകൊണ്ട് വളരെയധികം എളുപ്പമായി. ഈ ഏട്ടന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഭരതൻ മുമ്പോട്ട് പോകുന്നത്. ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്റെ അനിയന്മാരോട് അനിയന്മാരെ കുറിച്ച് അനിയന്മാർക്ക് വേണ്ടി എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീരാമൻ. ഇത്തരത്തിലുള്ള അനവധി കഥകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീരാമനെ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിൽ, അതായത് ശ്രീരാമന്റെ കഥകൾ കൂടുതൽ അറിയുന്ന വായിക്കുന്ന ഈ ഉത്തരേന്ത്യയിൽ ശ്രീരാമനോടുള്ള ഭക്തി കൂടി നിൽക്കുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.